ഹലോ ഗേസ്, എല്ലാ കൂട്ടുകാർക്കും മണ്ണാക്കാട്ടുകാരൻ 2.0 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ VDI ഡീസൽ 2014 മോഡൽ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത്. ഡീസലിൽ 1,28,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ്, ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം ലോണും ഫെസിലിറ്റി ഒക്കെ കിട്ടും. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ വശം നോക്കാം നമുക്ക്. ഇന്റീരിയർ പറയുകയാണെങ്കിൽ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ കമ്പനി തരുന്ന സ്റ്റീരിയോ, ഫ്ലോർ ആയാലും തന്നെ നല്ല മാറ്റും കാര്യങ്ങൾ വെച്ചിട്ട് അടിപൊളിയൊക്കെ ഉണ്ട്. സീറ്റ് ആണെങ്കിൽ ലെതറിന്റെ അടിപൊളി സീറ്റ് തന്നെയാണുള്ളത്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷനിൽ മിഡിൽ ഓപ്ഷൻ എന്ന് പറയും. അപ്പൊ ഇതിന്റെ പാസഞ്ചർ സൈഡ് ആണെങ്കിലും അതുപോലെ തന്നെ നീറ്റ്നെസ് കാണാൻ കഴിയും. ബാക്കിൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ച അടിപൊളിയൊക്കെ ഉണ്ട്. സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂഫായാലും നല്ല ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല, നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. എല്ലാം കൊണ്ടും ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എൻജിൻ സൈഡ് നോക്കാം നമുക്ക്. എൻജിൻ സൈഡ് നോക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നു. ടെസ്റ്റ് കാര്യങ്ങളോ ഓയിൽ കറി ഒന്നും തന്നെ ഇല്ല. ഡീസൽ വാഹനത്തിന്റെ ഇന്ത്യൻ റൂം എന്ന് പറയുകയാണെങ്കിൽ കറിയും കാര്യങ്ങളും ഡീസലിന്റെ ഒക്കെ ഉണ്ടായിരിക്കും. അതൊന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണ്. എന്തുകൊണ്ടും കമ്പനി സർവീസ് കിട്ടിയൊരു വാഹനം തന്നെയാണ്. പിന്നെ ബാറ്ററി ആണെങ്കിലും അമറോണിന്റെ അടിപൊളി പുതിയ ബാറ്ററി തന്നെ ഉള്ളത്. ഇപ്പൊ ഇതിന്റെ നമ്മളെ ബോണറ്റിൽ പ്ലംബറിൽ നമുക്ക് ആ സീലും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇതിന് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു വാഹനത്തിന്റെ ഇഞ്ചർ റൂം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇതിന്റെ ഡിക്കി വാസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ എത്ര ലഗേജ് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് നീറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അത് അപ്പുറത്തെ ഒരു സ്റ്റിക്കറിന്റെ ഒരു ഇതാണ് കേട്ടോ. അത് ഈ വണ്ടിക്ക് പുതിയത് വരുന്ന ഒരു സ്റ്റിക്കറാണ്. അത് പോയതാണത്, അല്ലാണ്ട് തുരുമ്പല്ല. ടയർ ഭാഗം നോക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഒരു 85% ടയർ വരുന്നുണ്ട് ഫ്രണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല പളിച്ചെന്നിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണുള്ളത്. ബാക്ക് ടയറും അതുപോലെ തന്നെ 85% ടയർ വരുന്നുണ്ട്. നല്ല വീൽ ചക്രമൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പുറമൊഴി നോക്കുകയാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട്. എവിടെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒരു പോറൽ പോലും ഇല്ല. നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനമാണ് നമ്മൾ ഉദ്ദേശിക്കുക. ആ ഒരു ലെവൽ നോക്കുമ്പോൾ ഈ വാഹനം എന്തുകൊണ്ടും നല്ലൊരു വാഹനം തന്നെയാണ്. നമുക്ക് ലഗേജ് ഒക്കെ വെച്ച് ദൂരയാത്രയൊക്കെ പറ്റിയ വാഹനമാണ് സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വാഹനത്തിന്റെ പരമാവധി ഭാഗങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കൽ തണി പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണുള്ളത്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 4,15,000 റുപ്യാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ അതിന് തക്കതായ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നയാളാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.